ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് റേഷൻ കാർഡുള്ള എല്ലാ വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട, എല്ലാ ആളുകളും നിർബന്ധമായിട്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് റേഷൻ കാർഡുള്ള വ്യക്തികൾക്ക് പണി വരുന്നുണ്ട്, സിവിൽ സപ്ലൈ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിൽ എത്തും എന്നുള്ളൊരു വീഡിയോ. മാക്സിമം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അനർഹമായിട്ട് നിങ്ങൾ മറ്റു റേഷൻ വിഭാഗത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടികളും അതോടൊപ്പം തന്നെ മറ്റു പിഴയും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ നിയമ നടപടിയിൽ നിന്ന് നിങ്ങൾക്ക് നിയമപരമായിട്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് മറ്റൊന്നുമല്ല, മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇതിൽ ഏതിലാണ് പെട്ടിട്ടുള്ളത് എന്ന് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതാണ് എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ കാണണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയും വേണം. പ്രധാനമായും 3 മാർഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നിയമ നടപടിയിൽ നിന്നും നിയമപരമായിട്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള 3 മാർഗങ്ങൾ. അതിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പലർക്കുള്ളൊരു സംശയമായിരിക്കും ഇത്തരത്തിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യത എന്തൊക്കെയാണ് എന്നുള്ളത്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിർധനയും നിലാരംഭിയുമായ സ്ത്രീ, ഗൃഹനാഥയായിട്ടുള്ള കുടുംബം, വിധവ, ഗൃഹനാഥയായ കുടുംബം, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവരാൽ നയിക്കപ്പെടുന്ന കുടുംബം. അപ്പോൾ ഇത്തരത്തിലുള്ളവർക്ക് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം BPL പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബം, പട്ടികവർഗം, ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും താഴെ പറയുന്ന ഗുരുതര രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയുണ്ട്. കുടുംബത്തിൽ എയ്ഡ്സ്, ക്യാൻസർ, ഓട്ടിസം, ശാരീരിക മാനസിക വെല്ലുവിളികൾ, സ്ഥിരമായ കുഷ്ഠം അല്ലെങ്കിൽ എൻഡോസൾഫാൻ ബാധിതർ, സ്ഥിരമായി ഡയാലിസിസിന് വിധേയമാകുന്നവർ, ഹൃദയം മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, പക്ഷാഘാതം പോലുള്ള രോഗങ്ങളാൽ പരസഹായമില്ലാതെ ജീവിക്കുവാൻ സാധിക്കാത്തവർ, ശരീരം തളർന്ന് ശയ്യാവലംബരായവർ. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയുണ്ട് എന്ന് സാരം. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയുണ്ട് എന്നർത്ഥം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നടപടിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ മാർഗമാണ് പറയാൻ പോകുന്നത്. അതായത് നിയമ നടപടിയിൽ നിന്നും നിയമപരമായിട്ട് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ മാർഗം. നിങ്ങൾ നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി അതിന് അർഹതയുണ്ടായത് കൊണ്ട് മാത്രമാണ്. രേഖകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് മുൻഗണനാ പട്ടികയിൽ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പേര് ചേർത്ത് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ BPLൽ നിന്നും മാറ്റാനുള്ള ഏതെങ്കിലും മാനദണ്ഡം നിങ്ങൾക്ക് ഉണ്ടാവണം. അത്തരത്തിൽ നിങ്ങൾക്കോ കുടുംബത്തിനോ മാറ്റം ഇല്ല എന്ന് തെളിയിച്ചാൽ നിയമ നടപടിയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പലർക്കുമുള്ളൊരു സംശയമായിരിക്കും അത്തരത്തിൽ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവർക്കൊക്കെ ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽപ്പെടാനുള്ള അർഹതയില്ല.
അതായത് മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ. അതുപോലെ തന്നെ സർവീസ് പെൻഷൻകാർ, സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ. അതിൽ ചില ആളുകൾ ഉൾപ്പെടില്ല, അത് ജസ്റ്റ് ഒന്ന് പറയാം. പാർട്ട് ടൈം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, ക്ലാസ് 4 തസ്തികയിൽ പെൻഷനായവർ, 5000 രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ, 10000 രൂപയിൽ താഴെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ. ഇവരൊഴികെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സർവീസ് പെൻഷൻ വാങ്ങുന്നവർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ആദായ നികുതി ദാതാക്കൾ. ആദായ നികുതി അടക്കുന്ന ആളുകൾക്ക് അവർക്ക് മുൻഗണനാ കാർഡിൽ തുടരാനുള്ള അവകാശം ഇല്ല. പ്രതിമാസം 25,000 രൂപയുടെ മുകളിൽ വരുമാനമുള്ള ആളുകൾ, സ്വന്തമായി 1 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർ. നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സ്ഥലമൊക്കെ, കുറച്ച് സ്ഥലമുള്ള ആളുകൾക്കൊക്കെ BPL കാർഡാണ് എന്നുള്ളത്. അതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരാൾക്ക് 1 ഏക്കർ വരെ ഭൂമി ഉണ്ടാവാം. ഓക്കെ. 1 ഏക്കറിന് മുകളിൽ സ്വന്തമായിട്ട് സ്വത്തുള്ളവർക്ക് ഈ ഒരു BPL കാർഡിന് അർഹതയില്ല എന്ന് സാരം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ഏക്കർ ആണ്. ഓക്കെ. അപ്പോൾ മറ്റു കമൻസ് കണ്ടത് വലിയ വീടൊക്കെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ വീടിൻ്റെ അളവ് ഇനി നമ്മൾ അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്. സ്വന്തമായി 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടോ ഫ്ലാറ്റോ ഉള്ളവർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റ് ആണ്. അതിന് മുകളിലുള്ളവർക്ക്, അതിന് മുകളിൽ ഉള്ളവരെ ഈ ഒരു BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കേണ്ടി വരും. നമ്മളിപ്പോൾ പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളാണ്. ഓക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നീട് പറയുന്നത് 4 ചക്ര വാഹനം, അതായത് 4 വീൽ വാഹനം വീട്ടിലുള്ളവർ, അതായത് കാറ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ. അതിൽ ഉൾപ്പെടാത്തത് വിഭാഗം എന്ന് പറയുന്നത് ഏക ഉപജീവന മാർഗമായ ടാക്സി ഒഴികെ. അപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ടാക്സി ഒക്കെ ഉണ്ടാവും, 4 വീലുള്ള ടാക്സികൾ. അപ്പോൾ അത്തരത്തിൽ അവരുടെ ജോലി എന്ന് പറയുന്നത് തന്നെ ആ ഒരു ടാക്സി ഓടിച്ച് കിട്ടുന്ന ക്യാഷ് കൊണ്ടായിരിക്കും അവരുടെ ആ ഒരു കുടുംബം കഴിഞ്ഞു പോകുന്നത്. അത്തരത്തിലുള്ളവരെ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ടാക്സി ഒഴികെ നമ്മുടെ ആഡംബര കാറുകളൊക്കെ ഉള്ളവർ ഒരിക്കലും തന്നെ ഈ ഒരു BPL കാർഡുകളിൽ ഉൾപ്പെടാൻ പാടില്ല. അവരെ ഈ ഒരു കാർഡിൽ നിന്ന് ഒഴിവാക്കാനുള്ള മാനദണ്ഡമാണ് 4 വീൽ വാഹനം എന്ന് പറയുന്നത്. ഈ ഒരു അവരുടെ ജോലിയുടെ ഭാഗമായിട്ടല്ലാതെ ഉള്ളത്, അതായത് ഏക ഉപജീവന മാർഗമായ ടാക്സി ഒഴികെ. ഓക്കെ. കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനം ഉള്ളവർ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിയമ നടപടിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പോയിന്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, അത് നമ്മൾ അതിൽ പെടാത്തവരെന്ന് പറയുന്നത് പാർട്ട് ടൈം ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, ക്ലാസ് 4 തസ്തികയിൽ പെൻഷനായവർ, 5000 രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ, അതായത് പിന്നെ 10000 രൂപയിൽ താഴെ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ. ഇവരൊഴികെയാണ് പെൻഷൻ വാങ്ങുന്നവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറഞ്ഞത് ആദായ നികുതി ദാതാക്കൾ, പ്രതിമാസം 25,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർ, സ്വന്തമായി 1 ഏക്കറിന് മുകളിൽ ഭൂമിയുള്ളവർ, സ്വന്തമായി 1000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടോ ഫ്ലാറ്റോ ഉള്ളവർ, 4 ചക്ര വാഹനം ഉള്ളവർ, അതിലുൾപ്പെടാത്തത് ഏക ഉപജീവന മാർഗമായിട്ടുള്ള ടാക്സി ഒഴികെ. കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം 25,000 രൂപയിൽ മുകളിൽ വരുമാനമുള്ളവർ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റ്സിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിയമ നടപടിയിൽ നിന്നും തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ മാർഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ മാർഗം എന്താണെന്ന് നോക്കാം. നിയമ നടപടിയിൽ നിന്നും നിയമപരമായിട്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ മൂന്നാമത്തേത്, മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഇതിൻ്റെ തൊട്ടു മുന്നേ പറഞ്ഞു.
അത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ലോക്ക്ഡൗൺ കാലത്തിലാണ് എങ്കിൽ, അതായത് മാർച്ച് മാസത്തിന് ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ പട്ടികയിൽ നിന്നും പൊതുപട്ടികയിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്തരത്തിൽ ആ ഒരു ഓഫീസുകളിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടായേക്കാം. ഈ ഒരു കാരണം കൊണ്ടും സ്വാഭാവികമായും നിങ്ങൾക്ക് നിയമ നടപടികളിൽ നിന്നും തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിച്ചാൽ മതിയാകും. അടുത്തത് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നും തെളിയിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പൊതുവിഭാഗത്തിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈ ഓഫീസിൽ നേരിട്ടെത്തി നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമ്മൾ പുതുതായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അത് സഹായകമായേക്കാം. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.